ഹായ് വെൽക്കം ടു സീറോ ടു ഹീറോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു കിടുക്കാച്ചി സാൻഡ്വിച്ച് തന്നെയാണ്. ഏത് പ്രായക്കാർക്കും സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണിത്. അപ്പൊ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാ ബെല്ലൈക്കന്റെ ഓളും കൂടെ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം. അപ്പൊ ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു 300 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് അതിനായിട്ട് കൊടുന്ന ചിക്കൻ ഒന്നല്ല കേട്ടോ, കറിക്ക് കൊടുന്നതാണ്. അപ്പൊ ഞാൻ ശകലം ഒന്ന് മാറ്റിയെന്ന് മാത്രം. അത് ചിക്കൻ കൊടുന്നാലുള്ള പ്രശ്നമാണ്, എനിക്ക് ഓരോ സാധനങ്ങൾ എന്റെ മനസ്സിലേക്ക് ഇങ്ങനെ കയറും. അതുണ്ടാക്കാം ഇതുണ്ടാക്കാം. ഇന്നിപ്പോ നമ്മളെ സാൻഡ്വിച്ചിന്റെ ദിവസമാണ് തോന്നുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യം 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 ഗ്ലാസ് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഒരു 2-3 വിസിലടുപ്പിച്ചെടുത്താൽ നമ്മളെ ചിക്കൻ നന്നായിട്ട് വെന്ത് വരും. വിസിലൊക്കെ അടിച്ച് കുക്കറിന്റെ ആവിയൊക്കെ പൂർണ്ണമായിട്ടും പോയി എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം കുക്കർ തുറക്കുക. ഇത് നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ചോപ്പർക്ക് ഇട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇനി ചോപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ കൈകൊണ്ട് പിച്ചെടുത്താലും മതി. ഇനി എന്തായാലും ആരും ഇത് മിക്സിക്ക് ഇടല്ലേ കേട്ടോ, ചിലപ്പോൾ അത് പറ്റ നാരായ ഒരുമാതിരി കിട്ടും. അപ്പൊ നമ്മൾ അത്ര ഉദ്ദേശിച്ച അത്ര ടേസ്റ്റ് കിട്ടൂല. ഈ ഒരു രീതിയിലാണ് ഇത് കിട്ടേണ്ടത്. ഇനി ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, കൂടെ 2 സവാള, ഒരു ക്യാപ്സിക്കം, ഒരു തക്കാളി സീഡൊക്കെ കളഞ്ഞതാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യം 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പുമാണ്. ഇതും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഒന്ന് അടച്ചു വെച്ച് ഒന്ന് ആവി വന്നാൽ പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ചിക്കനും കൂടി ചേർക്കുക. നല്ലോണം തട്ടിക്കൊടന്ന് ഇട്ടോളി, ഒന്നും വേസ്റ്റ് ആക്കണ്ട. അപ്പൊ അതും കൂടി ചേർത്തിട്ട് വഴറ്റി കൊടുക്കുക. ഇത് അധികം വെന്ത് കുഴഞ്ഞ് ഒരു പരിവാകൊന്നും വേണ്ട, ഒരു ശകലം അതിൻ്റെ ഒരു കടി മാറി കിട്ടിയാൽ മാത്രം മതി. ഇതുപോലെ 2-3 വട്ടം ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് ഇളക്കി കൊടുത്താൽ നമ്മുടെ സാധനം ഇവിടെ സെറ്റായി വരും. ഇനി ഇതിലേക്ക് ആവശ്യം മയോണൈസ് ആണ്. അതൊരു 3/4 കപ്പോളം ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഞാനിവിടെ 5 മിനിറ്റ് മുമ്പ് ഉണ്ടാക്കിയ മയോണൈസ് തന്നെയാണ്. അപ്പൊ ഇനി ഇതിലേക്ക് ആവശ്യം മല്ലിച്ചപ്പ്, ഇതുപോലെ ചെറുതാക്കി ചോപ്പ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുക. മല്ലിച്ചപ്പ് ചേർത്ത് കൊടുത്താൽ വേറൊരു ടേസ്റ്റ് തന്നെയാണ്. ഇനിയിപ്പോ ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ട്, ഇനിയിപ്പോ കത്തിക്കേണ്ട ആവശ്യമില്ല. അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇളക്കി കൊടുത്ത് നല്ലോണം യോജിപ്പിച്ചു കൊടുക്കുക. ഇനി ഇതുപോലെ ഒരു ബണ്ണ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത്. കണ്ടില്ലേ, അതിന്റെ നടുവിൽ ഞാൻ ജസ്റ്റ് ഒന്ന് വരഞ്ഞെടുത്തതാണ്. അപ്പൊ അതിലേക്കാണ് നമ്മളെ ഫില്ലിങ് നിറച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇനി അതൊന്ന് ചൂടാക്കി എടുത്താൽ കൂടുതൽ ടേസ്റ്റ്. അപ്പൊ ഇതുപോലെ ഒരു പാനിലേക്ക് നെയ്യ് തടവി കൊടുക്കുക. ഇതുപോലെ ബണ്ണ് വെച്ചെടുക്കുക. അതിന്റെ 4 വശവും ഒന്ന് ചൂടാക്കി എടുക്കുക, അത്ര മാത്രം. അത് ആ ചൂടോടെ കഴിക്കുമ്പോൾ ഒരു വേറെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇതുപോലെ ഞാൻ എല്ലാ ഭാഗത്തും ഒന്ന് നെയ്യ് തടവി കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ 4 വശവും തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലോണം വേവിച്ചെടുക്കുക. എളുപ്പമുണ്ട് ചൂടാവാൻ. ഇനിയിപ്പോ അത് ഗ്യാസ് ഫുള്ളിലിട്ടൊക്കെ ഒന്നും വേണ്ട, സിമ്മിലിട്ടാൽ മാത്രം മതി. കണ്ടില്ലേ എത്ര പെട്ടെന്നാ ചൂടായി കിട്ടിയത്. ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ 4 ബണ്ണിനുള്ള ഫില്ലിംഗ് ആണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ ഇതുപോലെ 4 ബണ്ണും ഇതുപോലെ ചൂടാക്കി എടുക്കുക. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഫില്ലിങ് ഇതിലേക്ക് ഓരോന്നിനും ഇങ്ങോട്ട് നിറച്ചിങ്ങോട്ട് കൊടുത്തോളി. ഇനി എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി കുറച്ചും കൂടി കൂട്ടിയിട്ടാൽ മാത്രം മതി. അപ്പൊ ഇതാക്കണം, ഇതുപോലെ നമ്മളെ ബണ്ണ് നല്ലോണം കുഴഞ്ഞ് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിലേക്ക് നമ്മളെ ഫില്ലിങ് നിറച്ച് പരമാവധി ഇങ്ങോട്ട് കയറ്റി നിറച്ചിങ്ങോട്ട് ഇട്ടെടുത്തോളി. ഇനി നമ്മളെ ബ്രെഡാണ് നമ്മളെ കയ്യിലുള്ളത് എന്നുണ്ടെങ്കിൽ ബ്രെഡിന്റെ ഉള്ളിൽ ഫില്ല് ചെയ്താലും മതി. എന്തായാലും ടേസ്റ്റ് കിഡുമാണ്. അപ്പോൾ ഏതൊരു ഫംഗ്ഷനും മുന്നേക്ക് വെച്ചെടുക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണിത്. ഇനി പെട്ടെന്ന് വല്ല ഗസ്റ്റുകൾ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാനും ഈസിയാണ്. അപ്പൊ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാ ബെല്ലൈക്കൻ്റെ ഓൾ കൂടെ മറക്കാതെ പ്രസ് ചെയ്തേക്കണേ. അപ്പൊ അതുപോലത്തെ കിടുക്കാച്ചി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.